പറഞ്ഞോ. അല്ല അതെ, ഞാനിത് മുഴുവൻ കേൾക്കായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, വളരെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഒരു പോപ്പുലർ ഡയലോഗുണ്ട്, കിട്ടിയോ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വൃത്തിയുള്ള വേർഷനാണ് സനീഷ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അതിനുശേഷം നിരന്തരം ഇത് പറഞ്ഞ് പിന്നീട് അതിനൊരു മറുപടി മേടിക്കുന്നു. ആ മറുപടി ഇതായിരുന്നേ ഉള്ളൂ. ഞാൻ ആ മറുപടി കണക്കിലെടുക്കുന്നില്ല, അത് ഞാൻ മാറ്റിവെച്ചു. ഡാഷ് മോനെ രേവന്ത എന്നുള്ളത് ഞാൻ മാറ്റിവെച്ചു. എങ്കിലും ഞാൻ ആലോചിക്കാം, മറ്റൊരു സംസ്ഥാനത്തുള്ളൊരു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇവിടെ UDFൻ്റെ വിജയത്തിന് വേണ്ടി ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നു. ആവാം, താരപ്രചാരകർ വരുന്നുണ്ടല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇങ്ങോട്ട് വരുന്നു. ബൃന്ദ കാരാട്ടും പ്രകാശ് കാരാട്ടും തുടങ്ങി വലിയ നേതാക്കൾ, രാഹുൽ ഗാന്ധി അടക്കം ഇങ്ങോട്ട് വരുന്നു. എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും പറയുന്നു രാഹുൽ ഗാന്ധി ഇവിടെ വന്നു. രാഹുൽ ഗാന്ധി വന്നിട്ട് ഡീലാരോപണങ്ങൾ ഉന്നയിക്കുന്നു, സ്വർണ്ണക്കൊള്ള ആരോപിക്കുന്നു, മോദിയുമായി കൂട്ടുകച്ചവടമാണ് CPM എന്ന് ആരോപിക്കുന്നു, CJP എന്ന് ആരോപിക്കുന്നു. എല്ലാം രാഷ്ട്രീയ ആരോപണങ്ങളല്ലേ? അവിടെ വ്യക്തി അധിക്ഷേപം ഉണ്ടോ? ഇല്ല. ഇതുപോലെയുള്ള സിനിമാ ഡയലോഗുകളുണ്ടോ? പാട്ടുപാടി രാഹുൽ ഗാന്ധി സ്വർണം കട്ടത് ആരപ്പ. അപ്പോൾ ആളുകൾ അതിനെ മറ്റൊരു രീതിയിൽ ട്രോളി, അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്ന് ഇവരും രാഷ്ട്രീയപരമായി അതിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ മറ്റ് ഡയലോഗുകളും പാട്ടുകളും ഇറക്കി. ഒരു മുത്തപ്പൻ പാട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, വളരെ റീസെന്റ്. അതെ, അത് വലിയ ഹിറ്റായി. ഇത് രാഷ്ട്രീയമല്ലേ? എല്ലാം അതിലെ എല്ലാ വാചകങ്ങളും ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണല്ലോ വാചകങ്ങൾ. അവിടെ എവിടെയെങ്കിലും ഈ തരത്തിലുള്ള ഒരു പോമോനെ വിജയ എന്ന നിലയ്ക്ക് ഒരു സിനിമാ ഡയലോഗ് എവിടെയെങ്കിലും വന്നു? ഇനി സിനിമാ ഡയലോഗ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഈ പറഞ്ഞതുപോലെ ഈ സിനിമാ ഡയലോഗ് ഏത് ഘട്ടത്തിൽ ഈ താരം, സൂപ്പർ താരം ആരോട് പറയുന്നു എന്നുള്ളതാണ്. അതായത് തന്നേക്കാൾ തന്നേക്കാൾ ശോഷിച്ച ഒരു എതിരാളി, ആ എതിരാളിയെ പുച്ഛിച്ച് തള്ളുന്ന ഒരു ഡയലോഗാണല്ലോ നീ പോടാ മോനെ ദിനേശ എന്ന് പറയുന്നത്. അത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രായത്തിൽ ഉയർന്ന, തന്നേക്കാൾ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, ഈ സംസ്ഥാനം 10 കൊല്ലമായി ഭരിക്കുന്ന, അതിനു മുമ്പ് ഇവിടുത്തെ ഒരു പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളെ വിശേഷിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സത്യത്തിൽ ഇത്തരം ഒരു അംഗത്തട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണോ ഒരു പ്രചാരണം എന്ന നിലക്ക് നയിക്കേണ്ടത്? വെറും കേവലമായ ചില അണികളുടെ കയ്യടികൾക്ക് വേണ്ടി മാത്രം ആരോ പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ ഉച്ചരിച്ച് അങ്ങനെ എന്നെ പറയുന്നതായിരിക്കാം, ഈ മറ്റു പാട്ടുകൾ ആളുകൾ പാടുന്നത് പോലെ. പക്ഷേ അപ്പോൾ പോലും ഞാൻ ചോദിക്കുന്നത്, പ്രചാരണത്തിൽ ഒരു കാര്യം പലയാവർത്തി പറഞ്ഞ് ഈ തരത്തിലാണോ അതിനെ പ്രയോഗിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്കറിയാത്തത്. ഇനി മലയാളം അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ അർത്ഥമറിയാതെ പറഞ്ഞതുമായിരിക്കും. ഈ പറയുന്ന പോലെ ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ മെസ്സി കൈയടിച്ചപ്പോൾ ഭാഷ മനസ്സിലാവാനായിട്ടാണെന്ന് നമ്മൾ പറയുന്നില്ലേ, അതുപോലെ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അത് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയല്ല, ആ കാര്യം പിന്നീടെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കാണും, ഇതിൽ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഈ തരത്തിൽ ചർച്ചയാവുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു.